ഇനി മേലാൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നതാണ്. എന്നാ ഷമി? അയ്യോ, ഇതെല്ലാം വാങ്ങിയില്ലല്ലോ. ഞാൻ കൊറേ ലിസ്റ്റ് തന്നെയല്ലേ. ഉള്ളത് മതി, അത്ര ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഇത്? പൈസ ഇല്ലേ, ചെലവില്ലെങ്കിൽ ഇവിടെ കൊച്ചുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേല്ലേ? ഇതെന്താ ഇത്? ഒന്നും ഇല്ലല്ലോ. പിള്ളേർ നാളെ സ്കൂളിൽ വേണ്ടേ? അതിന് കുറച്ച് ലിസ്റ്റ് എഴുതി തന്നു വിട്ട് അതുപോലെ വാങ്ങാൻ പറ്റത്തില്ലെങ്കിൽ 1000 രൂപ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു രാവിലെ ജോലിക്ക്. എനിക്കൊന്ന് സമാധാനം തരുമോ? ഞാൻ എന്തെങ്കിലും വേണ്ടി പോയ സമാധാനക്കേട്. ഈ വീട്ടിൽ വന്നാ ഇതാണ് എനിക്ക് സ്വസ്ഥത കേട്. ഇതാണ് സ്വസ്ഥത കേട്? വീട്ടിലെ കാര്യങ്ങൾ പറയുന്ന സ്വസ്ഥത കേടാ? നീ എന്റെ കയ്യിരിക്കുന്ന മേടിച്ചു വെക്കരുത് കേട്ടല്ലേ? ആ, വാങ്ങിച്ചു വെക്കും. എന്താ വാങ്ങിച്ചു വെക്കേണ്ടാത്തത്? നീ ഒന്ന് എടുത്തോണ്ട് പോന്നാ അത്. ഞാൻ എന്തെങ്കിലും വേണ്ടിയാ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ ചൂടാവില്ലാണാ? ഇനി മേലാൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നതാണ്. ഇനി ഒരു കാര്യം നീ എന്നോട് സംസാരിക്കാനോ ഞാൻ നിന്നോട് സംസാരിക്കാനോ വരത്തില്ല. എനിക്കും അത് തന്നെ താല്പര്യം. സംസാരിക്കണ്ട, അത് തന്നെ. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന? സംസാരിക്കണ്ട. ഇന്നത്തോടുകൂടി മതി, നിർത്തി. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കും അത് തന്നെ താല്പര്യം. മിണ്ടാതെ പോകുന്ന നല്ലത്. ആവശ്യത്തിനുള്ള കാര്യങ്ങളും എല്ലാ കൊച്ചുങ്ങളെ കാര്യങ്ങളും നോക്കിയാൽ മതി. ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക. ഹാഫിസേ, വാപ്പി പുറത്തോട്ട് പോകുന്നവനെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണോന്ന് പറഞ്ഞുതരാം. ഒന്ന് ലിസ്റ്റ്. ഉമ്മ പറഞ്ഞേക്ക്. നിനക്കറിയാലേ, എല്ലാ കാര്യങ്ങളും അറിയാലേ. ഞാൻ സംസാരിക്കത്തില്ലെന്നും അറിയാം, ഞങ്ങൾ അമ്മയും മിണ്ടത്തില്ലെന്നും അറിയാം. നീ എഴുന്നേറ്റ് ഒന്ന് വാ. ഉമ്മേ എവിടെ ഇരുന്ന്? നീ എന്താ പറയുന്നത്? ഇത് എത്ര നാളായി ഉമ്മയും വാപ്പിയും മിണ്ടായിരുന്നിട്ട്? ഉമ്മൊക്കെ വഴക്ക് കൂടുമ്പോ ഞാൻ വിചാരിക്കും ഉമ്മയും വാപ്പിയും മിണ്ടായിരിക്കുന്ന നല്ലതെന്ന്. ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, ഉമ്മയും വാപ്പിയും മിണ്ടണം. ആ കാലമൊക്കെ കഴിഞ്ഞ മോനെ. കുറേ നാളെ മുമ്പ് എന്തിനു മിണ്ടിയാലും വഴക്ക്. നിങ്ങൾക്ക് തന്നെ ഒരു സ്വസ്ഥതയില്ലായിരുന്നല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു സ്വസ്ഥതക്കേടെന്ന് തോന്നിയപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്ന പോലും. ഇപ്പം ഈ വീട്ടിനൊരു സ്വസ്ഥതയില്ലേ? മറ്റേ നിങ്ങൾക്ക് പഠിക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ. ഞങ്ങൾ അമ്മയും മിണ്ടി എന്ന വഴക്കാണ്. അപ്പം ഞാനും അങ്ങ് മനസ്സുകൊണ്ടെല്ലാം അങ്ങ് വെറുത്ത് ഒരു യന്ത്രത്തെ കണക്ക് ഇങ്ങനെ നിൽക്കും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, സംസാരങ്ങൾ, പൈസയുടെ കാര്യത്തിൽ, ചിലവിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ ഒരു ലിസ്റ്റ് തരും, ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരും, അത് ഞാൻ വെക്കും. ഇത്ര തന്നെ. അമ്മേ വാട്സപ്പിൽ സെൻഡ് ചെയ്യും, ഞാൻ വാപ്പയെടുത്ത് പറഞ്ഞേക്കാം.
പറഞ്ഞുതരാം, ചെല്ല് പോകുന്നതിന് മുമ്പ്. വാപ്പി നിക്ക്. എന്ത് മോനെ? വാപ്പി ഞാൻ കുറച്ച് സാധനങ്ങളെ ലിസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞിട്ടാണ്, വാപ്പി വരുമ്പോ മേടിച്ചോണ്ടോ. ഞാൻ വാങ്ങിട്ട് വരാം. മോൻ നീ ഇവിടെ നിൽക്കുന്ന മോനെ, മോൻ പറഞ്ഞ സാധനം എല്ലാം ഇതിലുണ്ട്. ഇതിൽ മീനുണ്ട്, മുളകിട്ട് വെക്കാൻ പറ അമ്മ എടുത്തേ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ. എന്താ മോനെ? എത്ര നാളെ ഉമ്മയും വാപ്പിയും ഉണ്ടായിരിക്കും? വാപ്പി അടുത്ത ദിവസം ഞാൻ വിദേശത്ത് പോകും. പിന്നെ ഉമ്മയും വാപ്പിയും മാത്രമേ ഇവിടെ കാണൂ. ഇത്രയും നാളെ ഞാൻ ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ ആരുണ്ട്? പരസ്പരം സംസാരിക്കാതെ. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തട്ടലും മുട്ടല്ല, അത് നാട്ടുകാരെ അറിയിക്കേണ്ട. അങ്ങനെ അങ്ങ് മിണ്ടാതായതാ, അങ്ങനെ അങ്ങ് നീണ്ടുപോയി. അതിനിപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പോട്ട്. മോൻ നിന്റെ കാര്യം നോക്കിപ്പോ. നിങ്ങളെ ലൈഫ് കണ്ടിട്ട് ഞങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. വയ്യേ? ചൂടുവെള്ളം വല്ലതും വേണോ? അതെ അതെ, എനിക്ക് ഒട്ടും വയ്യ. ഇത്തിരി വെള്ളം തരുമോ? എനിക്ക് അതിനേക്കാളും വയ്യാതെ കിടക്കുന്ന, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ വെറുതെ എഴുന്നേൽക്കുന്നില്ലേ? മണി ഒത്തിരി ആയില്ലേ? ഇത് നേരം കുറെ ആയില്ലേ? എഴുന്നേൽക്കുന്നില്ലേ? ജയ് 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 എഴുന്നേൽക്കുന്നില്ലേ? ജയ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു.